ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്ട്രോബെറി കേക്കാണ്. നല്ല ജ്യൂസിയായ സ്ട്രോബെറി കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനാവശ്യമായ സാധനങ്ങളാണ്: ആദ്യം കേക്കിനാവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. മൈദ 1 കപ്പ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പും ചേർത്ത് 3 വട്ടം നന്നായി അരിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം 3 മുട്ട, 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. നന്നായി ബീറ്റായതിനു ശേഷം അതിലേക്ക് കുറേശ്ശെയായി പൊടിച്ചു വെച്ച പഞ്ചസാരയും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യാം. നന്നായി പഫി ആയതിനു ശേഷം അതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് സ്ട്രോബെറിയുടെ എസൻസ് 1 ടീസ്പൂൺ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 തവണയായി ചേർത്ത് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക. അതിലേക്ക് കുറേശ്ശെയായി പാലും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് 7 ഇഞ്ച് വരുന്ന കേക്ക് ട്രേയിലേക്ക് ഒഴിച്ച് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഓവണൊന്നുമില്ലാതെ നമുക്കും ഈസിയായി നല്ല സോഫ്റ്റായ കേക്ക് ഉണ്ടാക്കാം. നന്നായി ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് എല്ലാം കളഞ്ഞതിന് ശേഷം പ്രീ ഹീറ്റായ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് 30 മിനിറ്റ് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. 30 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ നമുക്ക് പതുക്കെ തുറന്ന് നോക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് സിറപ്പ് ശരിയാക്കി എടുക്കണം. ക്രീമും ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി പൊന്തി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായ കേക്കാണ്. നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഇത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം തേച്ച് അതിലേക്ക് ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. കേക്കിൽ നന്നായി സിറപ്പ് സോക്ക് ചെയ്തെടുക്കുക. അതിൻ്റെ മുകളിലായി ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഫില്ലിംഗ് ആയ സ്ട്രോബെറിയുടെ ക്രഷ് ചേർക്കുക. ഇനി അതിൻ്റെ മുകളിലായി കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഓരോ ലെയറും ചെയ്തെടുക്കുക.
മൂന്നാമത്തെ ലെയറും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം അത് ക്രം കോട്ട് ചെയ്തെടുക്കുക. ക്രം കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കണം. എന്നിട്ട് വേണം ഫൈനൽ കോട്ട് ചെയ്യാൻ. ഫൈനൽ കോട്ടിങ്ങിനായി ഞാൻ ലൈറ്റ് റോസ് കളറാണ് എടുത്തിരിക്കുന്നത്. ക്രീമെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായി സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം ഫിനിഷ് ആയതിനു ശേഷം സ്ട്രൈപ്സ് വരുന്ന ഡിസൈൻ വെച്ച് കൊടുക്കുക. മുകളിലായി ചെറിയൊരു ഫ്ലവേഴ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയുള്ള ഓർഡർ ആയിരുന്നു. അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഇനിയും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.